ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയാൻ പോകുന്നത് സിജോയെ കുറിച്ചാണ്. ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് വെറുതെ വിലകളെ അനിയത്തിയോ ചേച്ചിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഗെയിം കളിക്കാനാണെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കുക, അല്ലാതെ വെറുതെ അതിനിടയ്ക്ക് ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആകാം. പക്ഷേ ഒരുപാട് ഇതിലേക്ക് പോകുമ്പോൾ അവസാനം പണി കിട്ടും. ഇന്നലെ പറയാൻ കാരണം, ഇന്നലെ ഒരു ഇത് നിങ്ങൾ കണ്ടല്ലോ. ഇന്നലെ സിജോയും നമ്മുടെ നന്ദനയായിട്ടുള്ള ഒരു വഴക്കിനെ കുറിച്ചാണ്. ഈ നന്ദന എന്ന കുട്ടി ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പറയണമെന്ന് ആ കുട്ടിക്ക് തന്നെ അറിയില്ല. പ്രത്യേകിച്ച് ഒരു പക്വത ഇല്ലാത്തൊരു കുട്ടി. ഇവരെ സായിയും ഈ സിജോയും കൂടെയാണ് ഇവരെ കൂടുതലും ഇതായിട്ട് നടക്കുന്നത്. എല്ലാവരോടും പറഞ്ഞു നടക്കുവാണ്, അനിയത്തിയാണ്, അതുകൊണ്ട് ആരും അവിടെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഇപ്പോൾ ആരും അദ്ദേഹം നന്ദനെ അധികം ഒന്നും പറയാറില്ല. പിന്നെ വീട് വെച്ച് കൊടുക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ എനിക്ക് കൊണ്ടുപോയ ഒരു കാര്യമാണ്, ഞാൻ ഇന്നലെ നോട്ട് ചെയ്തൊരു കാര്യമാണ്. വഴക്കിട്ടപ്പം ഇന്നലെ നന്ദന തന്നെ പറയുന്നുണ്ട്, എന്നെ ഈ പെണ്ണെ ഒന്നും വിളിക്കണ്ട, എൻ്റെ ദേഹത്ത് ആവശ്യമില്ല തൊടല്. എന്തിനാണ് സിജോ, വെറുതെ വേറെ പണിയൊന്നുമില്ലേ, വെറുതെ നാണം കെടാൻ വേണ്ടി എന്തിനാ വീണ്ടും വീണ്ടും ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നത്? അനിയത്തി എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ കുട്ടി നിങ്ങളെ കണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല. ഈ കുട്ടി കണ്ടിരിക്കുന്നത് അവിടെ നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ്, അല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല അവർ കണ്ടിരിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് ഇന്നലെ മനസ്സിലായ കാര്യമാണ്. വെറുതെ നമ്മളെന്തിന് എന്തൊക്കെയായിരുന്നു, വീട് മേടിച്ചു കൊടുക്കണം. എനിക്കിത് കേട്ടിട്ട് സത്യം പറഞ്ഞ ചിരിയാ വരുന്നത്. നന്ദനെ ആരും ഒന്നും പറയാൻ പാടില്ല കേട്ടോ, നന്ദനെ എലിമിനേഷൻ ആരും ഇടല് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ സായും ശരിയും കൂടെ ഭയങ്കരമായിട്ട് നന്ദനെ അങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരികയാണ്. നന്ദന അവിടെ നിൽക്കുന്നത് നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നിയത് നമ്മുടെ മുടിയനും കൃഷിയും നമ്മുടെ അൻസിബയായിട്ടാണ്. അവരെന്തായാലും പ്രശ്നമുണ്ടായി അവരത് വേറെ രീതിയിൽ എടുക്കുക അങ്ങനെയൊന്നുമില്ല ആയിരുന്നു. അവരിടയ്ക്ക് വഴക്കിടും, പിന്നെ അവരങ്ങോട്ട് കൂടും. ഇതാണോ ഇത് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അപ്പം വെറുതെ നടന്ന് സിജോ ഉള്ള വില കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. ഇന്നലെ ഇത് കണ്ടല്ലോ, സിജോയും നമ്മുടെ നന്ദനയും തമ്മിലുള്ള ഫൈറ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തും. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.